നവകേരള യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങൾ താൽക്കാലിക റെഡ് സോണുകളായി പ്രഖ്യാപിച്ച തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി. വേദി, പരിസര പ്രദേശം, നവകേരള ബസ് കടന്നുപോകുന്ന വഴികൾ എന്നിവിടങ്ങളിൽ ഡ്രോൺ പാടില്ല. വർക്കല മുതൽ പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന പരിപാടിയിലാണ് നിയന്ത്രണം. വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, അല്ലാതെ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴികളിലുടനീളം തുടക്കം മുതൽ തന്നെ നവകേരള സദസ്സിന് തുടക്കം മുതൽ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ പുതിയ കൂടുതൽ ക്രമീകരണങ്ങളിലേക്ക് പോകുന്നു, അസാധാരണമായ ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. എന്താണ് സർക്കാരിന്റെ ഉദ്ദേശം? യാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിയന്ത്രണങ്ങളും കടുപ്പിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ മേധാവിയുടേതാണ് സർക്കുലർ. ഇതിൽ പറയുന്നത് ഇന്നു മുതൽ മറ്റന്നാൾ വരെ 3 ദിവസത്തേക്ക് നവകേരള യാത്ര കടന്നു പോകുന്ന വഴികളിൽ ഡ്രോൺ പറത്താൻ പാടില്ല എന്നാണ്. ആ മേഖല കൂടി പറയുന്നുണ്ട്. വർക്കല, ആറ്റിങ്ങൽ, മംഗലപുരം, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, ആരനാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല സ്റ്റേഷൻ പരിധികളിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ പരിപാടി നടക്കുന്ന വേദിയിലും വേദിക്ക് സമീപത്തും ഡ്രോൺ നിരോധിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. യാത്രയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് ഡ്രോൺ പറത്തുന്നത്. യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നം കൂടി മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനം. കരിങ്കൊടി പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി നടക്കുന്നു. പല സ്ഥലങ്ങളിലും പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന നിലയിലേക്കാണ് ഈ അവസാന ഘട്ടത്തിലേക്ക്, യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ 3 മുന്നണിയുടെയും പ്രവർത്തകർ പരസ്പരം തെരുവിൽ പോരടിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ സുരക്ഷാ കാര്യങ്ങൾ കൂടി മുൻനിർത്തി ഇത്തരത്തിലൊരു ഉത്തരവ് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണനാണ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, മറ്റ് സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സംഘടനകളോ അങ്ങനെയുള്ള ആളുകൾ ഈ ഡ്രോൺ പറത്താൻ പാടില്ല. പോലീസ് സുരക്ഷയുടെ ഭാഗമായി ഒരുപക്ഷെ ഡ്രോൺ ഉപയോഗിക്കും. എന്നാൽ മറ്റുള്ളവർ ഈ വാഹന വ്യൂഹം കടന്നു പോകുന്ന പാത, അതോടൊപ്പം തന്നെ പരിപാടി നടക്കുന്ന വേദി, അതിനടുത്തുള്ള പരിസര പ്രദേശങ്ങൾ, ഏതാണ്ട് 100 മീറ്റർ ചുറ്റളവാണ് പറയുന്നത്. ഈ വാഹന വ്യൂഹമോ പരിപാടി നടക്കുന്ന സ്ഥലമോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ 100 മീറ്റർ പരിധിയിൽ ഡ്രോൺ പറത്താൻ പാടില്ല എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത്, ഈ ഡ്രോൺ പറത്തൽ അത് നിരോധിച്ചുകൊണ്ടുള്ള പുതിയ ക്രമീകരണങ്ങൾ മാത്രമേ ഉള്ളൂ? നമുക്കറിയാം, നേരത്തെ വിനോദ് പറഞ്ഞ പോലെ കൊല്ലത്ത് വലിയ പ്രതിഷേധമുണ്ടായി. ഇന്നും അത് പ്രതീക്ഷിക്കണം. തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധത്തിലുള്ള സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇതിനപ്പുറത്തുള്ള കൂടുതൽ സന്നാഹങ്ങൾ തലസ്ഥാന നഗരിൽ ഒരുക്കില്ലേ? തീർച്ചയായും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഗവർണർക്കെതിരെയുള്ള SFIയുടെ പ്രതിഷേധങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനിടയിലാണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട KSUവിന്റെയും ഒക്കെയും പ്രതിഷേധം. ആദ്യഘട്ടത്തിൽ യുവമോർച്ചയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. വലിയ തോതിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ യാത്രക്കെതിരെയുള്ള ഒരു പ്രത്യക്ഷ സമര പരിപാടികൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവസാനത്തേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ദിവസം കൊല്ലത്തൊക്കെ കണ്ടതാണ്, DYFI യുവമോർച്ച പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ പ്രശ്നം, അതായത് പലയിടങ്ങളിലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ഒരു വശത്ത്, നവകേരള യാത്ര പ്രതിഷേധം മറുവശത്ത്, അവിടെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം, ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ തിരുവനന്തപുരത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് മറ്റ് പൊതുപരിപാടികളൊന്നുമില്ല. പക്ഷേ യാത്ര സൂചിപ്പിച്ചതുപോലെ കൊല്ലം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം, ഇന്ന് തന്നെ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. നാളെ KSUവിന്റെ മാർച്ച് DGPയുടെ ഓഫീസിലേക്ക് നാളെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് എല്ലാ പോലീസ് സ്റ്റേഷന് മുന്നിലും കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികളുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ളത്. അത് BD സർവീസിന് ഉദ്ഘാടനം ചെയ്യും. ഇത്തരത്തിൽ യാത്ര തലസ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്കും വലിയ തോതിൽ തർക്കങ്ങൾ അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനം, ഇതുവരെ ഇല്ലാത്ത നിയന്ത്രണങ്ങൾ കൂടി നവകേരള യാത്രയുടെ ഭാഗമായി മാറ്റുന്നു. ഡ്രോൺ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ജില്ലാ പോലീസ് മേധാവി പുറത്തിറക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, നവകേരള സദസ്സ് കടന്നു പോകുന്ന വഴികളിൽ അടുത്ത 3 ദിവസത്തേക്ക് ഡ്രോൺ പാടില്ല എന്ന ഉത്തരവാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നവകേരള സദസ്സിലുടനീളം നമ്മൾ കണ്ടിരുന്നു. വലിയ സംഘർഷങ്ങളും പ്രതിഷേധങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം. ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങൾ കൂടി വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.